രസകരമായ ഒരു പോസ്റ്റാണ്. കുഞ്ഞാടുകൾക്ക് പ്രാർത്ഥനയിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന പള്ളിയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പിരിവിലൂടെ അല്ലാതെ പ്രാർത്ഥനയിലൂടെ പരിഹരിച്ച ഒരൊറ്റ ഉദാഹരണം എങ്കിലും ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടോ? ക്രൈസ്തവ സഭയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഉൾപ്പെടുന്ന സഭ പഠിപ്പിക്കുന്നത് കുഞ്ഞാടുകളുടെ പ്രതിസന്ധികളോ പ്രതിസന്ധി ഇല്ലായ്മകളോ അല്ല, അതിലുപരിയായി കുഞ്ഞാടുകളുടെ സ്വർഗീയ യാത്രയെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഈ ലോകത്ത് എന്തെല്ലാം ചെയ്യണമോ അത് ചെയ്ത് ജീവിക്കാനായി പഠിപ്പിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. വരുന്നതെല്ലാം നന്മയ്ക്ക് എന്ന് ചിന്തിക്കാനായി ക്രൈസ്തവ മതം പഠിപ്പിക്കുന്നു. ഭൂമിയിലെല്ലാം തരാൻ കഴിയും എന്ന് പറഞ്ഞത് സാത്താനാണ്. എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. അവിടെയാണ് കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കും. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടതയിൽ സന്തോഷിപ്പീൻ എന്ന് പഠിപ്പിക്കുന്ന സഭയുടെ വിശ്വാസമാണ്. അതാണ് പരിശുദ്ധനായ പരിമള തിരുമേനി 53-ാമത്തെ വയസ്സിൽ ഈ ലോകവാസം വെടിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയോ ചെയ്യാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങളിൽ ഒന്നാണ് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂല്യം ഈ ലോകത്തിലെ ജീവിതത്തെക്കാൾ വരുവാനുള്ള ലോകത്തിലാണ്. കാര്യസാധ്യം എന്ന വിശ്വാസിയുടെ ചെറിയ ആവശ്യത്തെ പർവ്വതീകരിച്ചുകൊണ്ട് അവനെ ഉപയോഗിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ കണ്ടുപിടിക്കാനും ഒറ്റപ്പെടുത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. ക്രിസ്തുവചനം കച്ചവടച്ചരക്കാക്കുവാനുള്ളതല്ല. ജീവിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ക്രിസ്തുവിന്റെ ചുമലിൽ ആയിക്കൊള്ളും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന കർത്തൃവചനം നമുക്ക് ആശ്വാസമാകട്ടെ.